മക്കളെ, അജ്ഞാതവാസം വിജയകരമായി പൂർത്തിയാക്കിയ പാണ്ഡവർക്ക് പകുതി രാജ്യത്തിൻ്റെ അവകാശം നേടിക്കൊടുക്കുവാൻ വേണ്ടി ശ്രീകൃഷ്ണൻ, ബലരാമൻ, വിരാടൻ, വസുദേവർ, ദ്രുപദൻ, സാത്യകി, പ്രദ്യുമ്നൻ എന്നിവർ ചേർന്ന് ഒരു കൂടിയാലോചന നടത്തി. എല്ലാവരും അവരവരുടെ ഭാഗം സംസാരിച്ചു. യുദ്ധം ഒഴിവാക്കാനുള്ള സാധ്യതയില്ല എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് ഒരവസാന ശ്രമത്തിനു വേണ്ടി ഒരു ദൂതനെ അയക്കുവാൻ ദ്രുപദൻ നിർദ്ദേശിച്ചു. അതനുസരിച്ച് ദ്രുപദൻ സ്വന്തം പുരോഹിതനെ ദൂതുമായി ഹസ്തിനപുരത്തേക്ക് അയക്കുകയും ചെയ്തു. യുദ്ധത്തിനുള്ള ദൂത് ലഭിച്ച മാതൃദേശത്തെ രാജാവായ ശല്യർ സൈന്യത്തോടുകൂടി പാണ്ഡവരെ സഹായിക്കാൻ പുറപ്പെട്ടു. ഇതറിഞ്ഞ ദുര്യോധനൻ ശല്യരുടെ യാത്രയിൽ ധാരാളം വിശ്രമസ്ഥലങ്ങൾ ഒരുക്കുകയും എല്ലാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. സന്തുഷ്ടനായ ശല്യർ ദുര്യോധനനെ യുദ്ധത്തിൽ സഹായിക്കാമെന്ന് സമ്മതിച്ചു. എന്നിട്ട് യുധിഷ്ഠിരനെ കാണാൻ വേണ്ടി മാത്സ്യരാജ്യത്തേക്ക് എത്തി. വനവാസകാലവും അജ്ഞാതവാസകാലവും പൂർത്തിയാക്കിയ പാണ്ഡവരെ ശല്യർ അനുമോദിച്ചു. യുധിഷ്ഠിരൻ വനവാസകാലത്ത് അനുഭവിച്ച കഷ്ടതകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതിലേറെ ദുഃഖം ദേവേന്ദ്രനും അദ്ദേഹത്തിൻ്റെ പത്നിയായ ഇന്ദ്രാണിയും അനുഭവിച്ചിട്ടുണ്ടെന്ന് ശല്യർ യുധിഷ്ഠിരനോട് പറഞ്ഞു. പിന്നീട് ആ കഥ പാണ്ഡവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ത്വഷ്ടാവ് എന്ന പ്രജാപതിയും ഇന്ദ്രനും തമ്മിൽ കലഹിച്ചതിനെ തുടർന്ന് ഇന്ദ്രനോട് പകരം വീട്ടാൻ പ്രജാപതി തൃശിരസ് എന്നൊരു പുത്രന് ജന്മം നൽകി. ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് തൃശിരസിനെ വധിച്ചു. അതിൽ പ്രതികാരം ചെയ്യണം എന്നുറച്ച് ത്വഷ്ടാവ് വൃത്രാസുരൻ എന്ന ഒരു അസുരനെ സൃഷ്ടിച്ച് ദേവേന്ദ്രനെതിരെ യുദ്ധം ചെയ്യാൻ അയച്ചു. വൃത്രാസുരൻ ലോകമെല്ലാം കീഴടക്കി ഇന്ദ്രനെ ദേവലോകത്തു നിന്നും പുറത്താക്കി. ദേവന്മാരും ദേവേന്ദ്രനും കൂടി വിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. അവർക്കൊപ്പമുണ്ടായിരുന്ന താപസരോട് വിഷ്ണു പറഞ്ഞു, നിങ്ങൾ വൃത്രാസുരനെ കണ്ട് സ്നേഹം ഭാവിച്ച് അവനെ പാട്ടിലാക്കണം. അപ്പോൾ ദേവേന്ദ്രൻ്റെ വജ്രായുധത്തിൽ ആവേശിച്ച് വൃത്രാസുരനെ ഞാൻ വധിച്ചു കൊള്ളാം. അതിൻ പ്രകാരം വൃത്രാസുരനെ കണ്ട താപസരോട് അയാൾ പറഞ്ഞു, താപസരെ, നിങ്ങളോടെല്ലാം എനിക്ക് വലിയ ബഹുമാനമുണ്ട്. എന്നാൽ ഇന്ദ്രനുമായി രമ്യതയിൽ പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചില ആവശ്യങ്ങൾ സാധിച്ചു തരണം. എന്നെ ദേവന്മാരോ അസുരന്മാരോ ആയുധം കൊണ്ടോ അസ്ത്രങ്ങൾ കൊണ്ടോ പകലോ രാത്രിയിലോ നനഞ്ഞതോ ഉണങ്ങിയതോ ആയ വസ്തുക്കൾ കൊണ്ട് ആരും വധിക്കാൻ പാടില്ല. ഇത് ചെയ്തു തരികയാണെങ്കിൽ ഞാൻ ഇന്ദ്രനുമായി രമ്യതയിൽ കഴിഞ്ഞുകൊള്ളാം. താപസന്മാർ സമ്മതിച്ചു. അതിൻ പ്രകാരം ഇന്ദ്രനും വൃത്രാസുരനും തമ്മിലുള്ള വിദ്വേഷം അവസാനിച്ചു. എങ്കിലും ദേവേന്ദ്രൻ വൃത്രാസുരനെ വധിക്കുവാനുള്ള ഒരു അവസരത്തിനായി കാത്തിരുന്നു. ഒരു ദിവസം ഒരു കടൽക്കരയിൽ വെച്ച് ഒരു സന്ധ്യാനേരത്ത് വൃത്രാസുരനെ കണ്ട് അയാളുടെ നേർക്ക് ഇന്ദ്രൻ വജ്രായുധം പ്രയോഗിച്ചു. അപ്പോൾ ആ ആയുധത്തിൽ വിഷ്ണുവിൻ്റെ ശക്തി ആവേശിച്ചിരുന്നു. വജ്രായുധമേറ്റ് വൃത്രൻ മരിച്ചു. എന്നാൽ തൃശിരസിനെ വധിച്ചതിലൂടെ ബ്രഹ്മഹത്യാപാപവും വൃത്രാസുരനെ വധിക്കാൻ സ്വീകരിച്ച വഞ്ചനയും ഇന്ദ്രനെ വല്ലാതെ വിഷമിപ്പിച്ചു. ഈ പാപഭാരം നേരിടാനാകാതെ ഇന്ദ്രൻ കടലിൽ പോയി ഒളിച്ചു. ഇന്ദ്രൻ ഇല്ലാതെയായതോടെ മഴയില്ലാതെ ഭൂമി വരണ്ടുപോകുകയും പക്ഷികളും മൃഗങ്ങളും വൃക്ഷലതാദികളും ചത്തൊടുങ്ങുകയും ചെയ്തു. മഹർഷിമാർ പരിഭ്രാന്തരായി. അവരെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇതുമാത്രമല്ല, ദേവന്മാർ ഒരു ഭരണാധികാരിയില്ലാതെ ആകെ വിഷമത്തിലായി. ഇന്ദ്രൻ ഇല്ലാതായതിനാൽ ദേവലോകം നാഥനില്ലാത്ത അവസ്ഥയായി. അതിനാൽ ദേവന്മാർ കൂടിയാലോചിച്ച് ചന്ദ്രവംശത്തിലെ പ്രശസ്ത രാജാവായ നഹുഷനെ ഇന്ദ്രപദവിയിൽ അവരോധിക്കാൻ തീരുമാനിച്ചു. നഹുഷൻ പ്രജാക്ഷേമതൽപരനും സൗമ്യനും സർവ്വതാ ആദരണീയനുമായ ഒരു രാജാവായിരുന്നു. തീരുമാനപ്രകാരം ദേവന്മാരും ഋഷിമാരും കൂടി നഹുഷനെ സമീപിച്ചു. എന്നാൽ താൻ ദേവലോകം ഭരിക്കാൻ പ്രാപ്തിയില്ലാത്ത ഒരു ദുർബലനാണെന്ന് പറഞ്ഞ് ഈ കാര്യത്തിൽ നിന്നും പിൻവാങ്ങുവാൻ നഹുഷൻ ശ്രമിച്ചു. ദേവന്മാർ പറഞ്ഞു, മഹാരാജാവേ, ദേവന്മാർ, ഋഷിമാർ, യക്ഷചാരണ ഗന്ധർവന്മാർ, രാക്ഷസർ, പിതൃക്കൾ, ഭൂതങ്ങൾ തുടങ്ങിയവരെല്ലാം അങ്ങയുടെ സേവയ്ക്കായി കാത്തു നിൽക്കും. അങ്ങയുടെ ഒരു നോട്ടം കൊണ്ട് തന്നെ അവരിലെ ശക്തി അങ്ങിലേക്ക് പകരും. ഇങ്ങനെ ആർജിക്കുന്ന ശക്തിയുമായി അങ്ങ്
ധർമ്മത്തെ മുറുകെ പിടിച്ച് എല്ലാ ലോകങ്ങളുടെയും രാജാവായി ഭരിച്ചാലും. ദേവലോകത്ത് ദേവന്മാരുടെയും ബ്രഹ്മർഷിമാരുടെയും നേതാവായി അങ്ങ് ഞങ്ങളെ പരിപാലിച്ചാലും. ആ ആവശ്യം അംഗീകരിച്ച് നഹുഷൻ ഇന്ദ്രപദവി ഏറ്റെടുത്തു. ധർമ്മിഷ്ഠനും നീതിമാനുമായിരുന്ന നഹുഷൻ അപ്രതീക്ഷിതമായി ലഭിച്ച ഈ ഇന്ദ്രപദവിയിൽ ഭ്രമിച്ച് സുഖലോലുപിതയിൽ മുഴുകി. ദേവലോകത്തെ ഉദ്യാനങ്ങളിലും നന്ദനോദ്യാനം, കൈലാസശിഖരം എന്നുവേണ്ട സകല സ്ഥലങ്ങളിലും അയാൾ സ്വൈരവിഹാരം നടത്തി. ദേവന്മാർക്കിത് വലിയ പ്രയാസമുണ്ടാക്കി. ഒരിക്കൽ നഹുഷൻ ഇന്ദ്രപത്നിയായ ഇന്ദ്രാണിയെ കണ്ടു. രാജ്യസഭയിലെത്തിയ നഹുഷൻ ഒരു പ്രഖ്യാപനം നടത്തി. ഞാൻ 14 ലോകങ്ങളും ഭരിക്കുന്ന രാജാവാണ്. എന്നിട്ടും ദേവേന്ദ്രപത്നിയായ ശചീദേവി എന്നെ ശുശ്രൂഷിക്കാൻ വരുന്നില്ല. ശചി എന്നത് ഇന്ദ്രാണിയുടെ ശരിയായ പേരാണ്. അയാൾ തുടർന്നു, ഇപ്പോൾ തന്നെ ശചി എൻ്റെ മാളികയിൽ എത്തണം. ദുഃഖിതയായ ശചീദേവി ദേവഗുരുവായ ബൃഹസ്പതിയെ സമീപിച്ചു. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മഹാത്മൻ, ഏകഭർത്തൃത്വവും പാതിവൃത്യവും അങ്ങ് എനിക്ക് തന്ന വരങ്ങളാണ്. ഞാൻ ഇന്നും അത് കാത്തു സൂക്ഷിക്കുന്നു. നഹുഷൻ കാരണം അങ്ങ് എനിക്ക് തന്ന വരങ്ങൾ ലംഘിക്കപ്പെടരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് എന്നെ രക്ഷിച്ചാലും. ദേവഗുരു അവളെ സമാധാനിപ്പിച്ചു. ശചി, നീ വിഷമിക്കേണ്ട. നഹുഷനെ കൊണ്ട് നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. താമസം വിനാ നീ ദേവേന്ദ്രനുമായി ഒത്തുചേരും. ബൃഹസ്പതി ശചീദേവിക്ക് അഭയം നൽകിയെന്ന വിവരം നഹുഷൻ അറിഞ്ഞു. അയാൾ അത്യന്തം ക്രുദ്ധനായി. ഇത് കണ്ട ദേവന്മാർ നഹുഷനോട് പറഞ്ഞു, രാജാവേ, അങ്ങ് കോപമടക്കിയാലും അങ്ങയെ പോലുള്ള ധർമ്മിഷ്ഠർ ഇങ്ങനെ ക്രുദ്ധരാകാൻ പാടില്ല. ശചീദേവി അന്യൻ്റെ ഭാര്യയാണ്. പരസ്ത്രീഗമനമെന്ന പാപം അങ്ങിൽ പതിക്കാതിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഈ വിധത്തിൽ ഋഷിമാരും ദേവന്മാരും പലവുരു പറഞ്ഞിട്ടും നഹുഷൻ പിന്മാറിയില്ല. ശചി തൻ്റെ ഭാര്യയായി തന്നെ വേണമെന്ന പിടിവാശിയിൽ ഉറച്ചു നിന്നു. ദേവന്മാരും ഋഷിമാരും ബൃഹസ്പതിയെ സമീപിച്ചു. അവർ പറഞ്ഞു, ഗുരുദേവ, ഇന്ദ്രാണിയായ ശചീദേവിക്ക് അങ്ങ് അഭയം നൽകിയതായി അറിഞ്ഞു. നഹുഷൻ വളരെ ക്രോധത്തിലാണ്. അങ്ങ് അവളെ നഹുഷന് തന്നെ നൽകിയാലും ഇത് അപേക്ഷിക്കുവാനാണ് ഞങ്ങൾ വന്നത്. ഇത് കേട്ട് ഇന്ദ്രാണി ഗുരുദേവൻ്റെ പാദങ്ങളിൽ വീണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഗുരു, ഒരിക്കലും ഞാൻ നഹുഷൻ്റെ പട്ടമഹിഷിയാകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ കൈവിടരുതേ. ബൃഹസ്പതി പറഞ്ഞു, മകളെ, സത്യനിഷ്ഠയും ധർമ്മനിഷ്ഠയും ഉള്ള നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. അഭയം തേടി വരുന്നവരെ കൈവിടുന്നവനല്ല ഞാൻ. ദേവന്മാരോടായി അദ്ദേഹം പറഞ്ഞു, ധർമ്മനീതികൾ എനിക്കും അറിയാം. അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. സത്യത്തെ ലംഘിക്കുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യില്ല. നിങ്ങൾക്ക് പോകാം. ഇക്കാര്യത്തിൽ പണ്ടുതന്നെ ബ്രഹ്മദേവൻ ചിലത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതുകൂടി കേട്ടുകൊള്ളൂ. മനസ്സിൽ ഭയത്തോടെ അഭയം തേടുന്ന ഒരാളെ ശത്രുവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നവൻ വിതയ്ക്കുന്ന വിത്തുകൾ മുളയ്ക്കുന്നില്ല. അവൻ്റെ കൃഷിയിടങ്ങളിൽ യഥാസമയം മഴ ലഭിക്കുകയില്ല. അവനെ രക്ഷിക്കാൻ ആരും തയ്യാറാകുകയില്ല. അത്തരത്തിൽപ്പെട്ടവർക്ക് ലഭിക്കുന്ന അന്നം ഉപകാരപ്പെടില്ല. അവൻ്റെ ക്രൗര്യം അവൻ്റെ ചൈതന്യം നഷ്ടപ്പെടുത്തും. അവൻ്റെ സന്തതികൾ ആയുസ്സെത്താതെ മരിക്കുന്നു. അവൻ്റെ പിതൃക്കളുടെ സ്ഥാനം നരകത്തിലാണ്. ബ്രഹ്മദേവൻ നൽകിയ ഈ സദുപദേശങ്ങൾ അനുസരിക്കുന്ന എനിക്ക് ഇന്ദ്രാണിയെ നഹുഷന് നൽകാൻ ഒരിക്കലും കഴിയില്ല. നിങ്ങൾ നഹുഷനെ ഭയപ്പെടുന്നെങ്കിൽ ആർക്കും ദോഷം വരാത്ത ഒരു ഉപായം നിങ്ങൾ തന്നെ കണ്ടെത്തുക. ബൃഹസ്പതിയുടെ വാക്കുകൾ കേട്ട് ദേവന്മാർ ഇന്ദ്രാണിയോട് പറഞ്ഞു, ദേവി, സ്ഥിരവും അസ്ഥിരവുമായ ഈ ലോകത്തിൻ്റെ ആലംബം അവിടുന്ന് തന്നെയാണ്. പാതിവൃത്യം നിഷ്ഠയായി സ്വീകരിച്ചവളും സത്യത്തെ മുറുകെ പിടിക്കുന്നവളുമായ ദേവി, അവിടുന്ന് ഒരു തവണ നഹുഷൻ്റെ അടുത്തേക്ക് പോകണം. അതോടെ ശപിക്കപ്പെട്ട ആ ജന്മം താനേ നശിച്ചുകൊള്ളും. ഇന്ദ്രദേവൻ വീണ്ടും അധികാരത്തിൽ വരിക തന്നെ ചെയ്യും. ദേവന്മാരുടെ അപേക്ഷ മാനിച്ച് ശചീദേവി നഹുഷനെ കാണാൻ ചെന്നു. ഇന്ദ്രാണിയെ കണ്ട് സന്തുഷ്ടനായ നഹുഷൻ പറഞ്ഞു, സുന്ദരി, വരൂ, ദേവദേവനായ എന്നെ വരിച്ച് സർവ്വസുഖങ്ങളോടെയും കഴിയൂ. ശചീദേവി പറഞ്ഞു, ദേവപ്രഭു, അങ്ങെനിക്ക് ഒരല്പം സമയം അനുവദിക്കണം. എൻ്റെ ഭർത്താവായിരുന്ന ശക്രൻ എവിടെയാണെന്നറിയില്ല. അദ്ദേഹം ജീവിച്ചിരിക്കുന്നുവോ എന്ന് പോലും അറിയില്ല. അതുകൊണ്ട് ആ കാര്യം തീർച്ചപ്പെടുത്തിയിട്ട് അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ ഞാൻ അങ്ങയെ സ്വീകരിക്കാം. നഹുഷൻ പറഞ്ഞു, സമ്മതം. ശക്രനെ അന്വേഷിച്ചുകൊള്ളൂ. പക്ഷേ ഒടുവിൽ വാക്കുമാറരുത്. സമ്മതം അറിയിച്ചിട്ട് ഇന്ദ്രാണി മടങ്ങി ബൃഹസ്പതിയുടെ അടുത്തേക്ക് പോയി. അവിടെ എത്തി അവൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അഗ്നി തുടങ്ങിയ ദേവന്മാർ ഇന്ദ്രനെ കണ്ടെത്താൻ തീരുമാനിച്ചു. അവർ ആദ്യം തന്നെ മഹാവിഷ്ണുവിനെ കണ്ട് ഇതിനൊരു പരിഹാരമുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചു. ഇഹത്തിലും പരത്തിലുമുള്ള സകല ജീവജാലങ്ങളുടെയും സൗഖ്യത്തിനു വേണ്ടി ആണ് അങ്ങ് വിഷ്ണു രൂപത്തിൽ നിലകൊള്ളുന്നത്. അങ്ങയുടെ തേജസ്സിനാൽ ശക്രൻ വൃത്രാസുരനെ വധിച്ചു.
അതിലൂടെ ബ്രഹ്മഹത്യാപാപം തൻ്റെ മേൽ പതിക്കുമെന്നുള്ള ഭയം ഇന്ദ്രനെ ബാധിച്ചിരിക്കുന്നു. അതിൽ നിന്നും മോചനം നേടുവാൻ ഒരു മാർഗമങ്ങ് കണ്ടെത്തിത്തരണം. വിഷ്ണു പറഞ്ഞു, ദേവേന്ദ്രൻ എന്നെ അധിദേവതയാക്കി ഒരശ്വമേധയാഗം നടത്തട്ടെ. അങ്ങനെയായാൽ ഞാൻ ശക്രനെ ബ്രഹ്മഹത്യാപാപത്തിൽ നിന്നും മോചിപ്പിക്കാം. പിന്നീട് അദ്ദേഹത്തിന് എല്ലാ ഭയങ്ങളിൽ നിന്നും മുക്തനാകുവാനും പഴയതുപോലെ സിംഹാസനം ലഭിച്ച് ദേവന്മാരുടെ രാജാവായി വാഴുവാനും സാധിക്കും. അതോടെ നീചനായ നഹുഷന് നാശം സംഭവിച്ചുകൊള്ളും. മഹാവിഷ്ണുവിൻ്റെ വാക്കുകൾ കേട്ട് ദേവന്മാരും താപസന്മാരും വളരെ സാഹസം ചെയ്ത് ഇന്ദ്രനെ കണ്ടെത്തി. അവിടെ വെച്ച് തന്നെ അശ്വമേധയാഗം ആരംഭിച്ചു. അതോടെ ഇന്ദ്രനെ ബാധിച്ചിരുന്ന ബ്രഹ്മഹത്യാപാപം പുറത്തുപോയി. അവയെ വിഭജിച്ച് വൃക്ഷം, ജലം, പർവ്വതം, ഭൂമി എന്നിവയിൽ സ്ഥാപിച്ചു. പാപദുഃഖങ്ങളിൽ നിന്നും മോചിതനായ ഇന്ദ്രൻ ഇന്ദ്രപദം ഏറ്റെടുക്കുവാൻ എത്തിയപ്പോൾ സർവ്വ ജീവജാലങ്ങളുടെയും തേജസ് ലഭിച്ച വിലസുന്ന നഹുഷനെ കണ്ട് ഭയന്ന് അവിടെ നിന്നും അപ്രത്യക്ഷനായി. അദ്ദേഹം അനുകൂലമായ ഒരവസരം ലഭിക്കുന്നതുവരെ കാത്തിരിക്കുവാൻ തീരുമാനിച്ചു. ശല്യർ പറഞ്ഞു, യുധിഷ്ഠിരാ, ഇന്ദ്രൻ വീണ്ടും അപ്രത്യക്ഷനായതോടെ ഇന്ദ്രാണി ദുഃഖം മൂലം വിലപിക്കുവാൻ തുടങ്ങി. രാത്രിയുടെ ദേവതയായ ഉപശ്രുതിയെ ഇന്ദ്രാണി പ്രാർത്ഥിച്ച് സന്തോഷപ്പെടുത്തി. ഇന്ദ്രാണിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ദേവതയോട് അവൾ പറഞ്ഞു, ദേവി, അവിടുന്ന് ആരാണെന്ന് എനിക്കറിയില്ല. അവിടുത്തെ അനുഗ്രഹത്താൽ അത് വെളിവാക്കി തരണം. പതിവ്രതരത്നമേ, രാത്രിയുടെ അധിദേവതയായ ഉപശ്രുതിയാണ് ഞാൻ. നിന്നെ ഞാൻ ഇന്ദ്രൻ്റെ സമീപത്ത് എത്തിക്കാം. എൻ്റെ പിന്നാലെ പോന്നുകൊള്ളൂ. ഉപശ്രുതിയുടെ പിന്നാലെ ഇന്ദ്രാണി നടന്നു. വളരെ വലിയ വനങ്ങളും പർവ്വതങ്ങളും കടന്ന് അവർ വിശാലമായ ഒരിടത്ത് ചെന്നു. അവർ അവിടെ കണ്ട ഒരു തടാകത്തിൽ ഇറങ്ങി. ആ തടാകത്തിൽ കണ്ട ഒരു താമരയുടെ തണ്ട് പിളർന്ന് അവിടെ ഒളിച്ചിരുന്ന ദേവേന്ദ്രനെ ഇന്ദ്രാണിക്ക് ദേവി കാട്ടിക്കൊടുത്തു. ശചി ഇന്ദ്രനെ വളരെയേറെ സ്തുതിച്ചു. സംപ്രീതനായ ഇന്ദ്രൻ ഭാര്യയെ കണ്ട് അത്ഭുതപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, ദേവി, നീ എന്നെ എങ്ങനെ കണ്ടെത്തി? ഞാൻ ഇവിടെയുണ്ടെന്ന് നിന്നെ ആരാണ് അറിയിച്ചത്? എല്ലാ വിവരങ്ങളും ഇന്ദ്രാണി ഭർത്താവിനെ അറിയിച്ചു. എന്നിട്ട് തൻ്റെ ഒപ്പം വന്ന് എത്രയും വേഗം നഹുഷനെ തോൽപ്പിച്ച് ഇന്ദ്രപദം ഏറ്റെടുക്കുവാൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്ദ്രൻ പറഞ്ഞു, ദേവി, ഇപ്പോൾ ഋഷിമാർ നടത്തിയ അശ്വമേധയാഗം കൊണ്ട് ഇന്ദ്രസ്ഥാനത്തിരിക്കുന്ന നഹുഷൻ്റെ ശക്തി 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. അയാളെ നേരിടാനുള്ള ശക്തി എനിക്കില്ല. ഞാനൊരു ഉപായം പറയാം. നീ മടങ്ങിപ്പോയി നഹുഷനെ കാണുക. എന്നിട്ട് പറയണം, അയാൾ കയറിയ പല്ലക്ക് ഋഷിമാരെ കൊണ്ട് എടുപ്പിച്ച് നിന്റെ അടുത്ത് വന്നാൽ നീ അയാൾക്ക് കീഴ്പ്പെടാം എന്ന് അറിയിക്കുക. ശചീദേവി മടങ്ങിപ്പോയി. അവർ നഹുഷനെ സമീപിച്ചു. നഹുഷൻ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവി, നീ മടങ്ങി വന്നല്ലോ, നന്നായി. ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത്? എന്തും ചോദിച്ചുകൊള്ളൂ. ശചീദേവി പറഞ്ഞു, ദേവരാജ, അങ്ങയോട് ഞാൻ ആവശ്യപ്പെട്ട സമയം അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് ഒരാഗ്രഹമുണ്ട്. അതങ്ങ് സാധിച്ചു തന്നാൽ എന്നും ഞാൻ അവിടുത്തെ സ്വന്തമായി തീരാം. നഹുഷൻ സന്തോഷത്തോടെ സമ്മതിച്ചു. ഇന്ദ്രൻ തുടർന്നു, മഹർഷിമാർ ചുമക്കുന്ന ഒരു പല്ലക്കിൽ ഇരുന്ന് അങ്ങ് എൻ്റെ മുന്നിലൂടെ വരികയാണെങ്കിൽ ഞാൻ എന്നും അങ്ങയ്ക്ക് അടിമപ്പെട്ടുകൊള്ളാം. നഹുഷൻ അത്ഭുതത്തോടെ പറഞ്ഞു, വളരെ വിചിത്രമായ ഒരാഗ്രഹമാണ് നീ പറഞ്ഞത്. ഈ വിധത്തിലൊരു യാത്ര ആരും ഈ ലോകത്ത് കണ്ടിട്ടുണ്ടാവില്ല. ഞാനിരിക്കുന്ന പല്ലക്ക് ചുമക്കാൻ സപ്തർഷികളും ബ്രഹ്മർഷികളും ഉണ്ടായിരിക്കും. ഇന്ദ്രാണിയെ യാത്രയാക്കിയിട്ട് നഹുഷൻ മഹർഷിമാരെ കൊണ്ട് പല്ലക്കെടുപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. ഇന്ദ്രാണി ബൃഹസ്പതിയുടെ അടുത്തെത്തി പറഞ്ഞു, ഗുരുദേവ, നഹുഷൻ എനിക്ക് അനുവദിച്ച സമയം തീരുകയാണ്. അങ്ങ് എത്രയും വേഗം ദേവേന്ദ്രനെ കണ്ടെത്തിത്തരണം. ബൃഹസ്പതി പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അയാൾ എവിടെ? നഹുഷൻ എന്തൊക്കെ ആഭാസങ്ങളാണ് കാണിക്കാൻ പോകുന്നത്? മഹർഷിമാരെ കൊണ്ട് അയാൾ പല്ലക്ക് ചുമപ്പിക്കാൻ പോകുന്നു. അവൻ്റെ നാശം അടുത്തു. ഇതോടെ അവൻ സ്വയം ഇല്ലാതെയാകും. ബൃഹസ്പതി ഹോമകുണ്ഡം ജ്വലിപ്പിച്ച് അഗ്നിദേവന് വേണ്ടി ഹോമദ്രവ്യങ്ങൾ സമർപ്പിച്ചു. അപ്പോൾ പ്രത്യക്ഷപ്പെട്ട അഗ്നിയോട് എത്രയും വേഗം ഇന്ദ്രനെ കണ്ടെത്താൻ ആവശ്യപ്പെട്ടു. അഗ്നി കാടും മലകളും നാടും നഗരങ്ങളുമെല്ലാം ഇന്ദ്രദേവനെ തേടി സഞ്ചരിച്ചു. ഒടുവിൽ തടാകത്തിൽ വിരിഞ്ഞു നിന്ന ഒരു താമരയുടെ നാളിയിൽ നിന്ന് ഇന്ദ്രനെ കണ്ടെത്തി. താമരനാളിക്കുള്ളിൽ അനുരൂപമായി ഒളിച്ചിരിക്കുന്ന ഇന്ദ്രദേവൻ്റെ കാര്യം അഗ്നി ബൃഹസ്പതിയെ അറിയിച്ചു. ബൃഹസ്പതി ഉടൻ തന്നെ ദേവന്മാരെയും ഋഷിമാരെയും എല്ലാം കൂട്ടി തടാകത്തിൻ്റെ തീരത്തേക്ക് നടന്നു. കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.